യുവവിനായി ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. നമ്മൾ വീണ്ടും നിലമ്പൂരിലേക്ക് എത്തുന്നു. നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. നിലമ്പൂർ രാവിലെ 7 മണി മുതൽ പോളിംഗ് ആരംഭിക്കും. കെ സി ഉണ്ണികൃഷ്ണനുണ്ട് വിവരങ്ങളുമായി. ഉണ്ണി, നമ്മൾ പ്രധാനമായും ആരോപണ പ്രത്യാരോപണങ്ങളുമൊക്കെയായി പ്രചരണ ദിനങ്ങളുമൊക്കെ അങ്ങനെ കടന്നുപോയി. നിശബ്ദ പ്രചരണ ദിനവും അങ്ങനെ കഴിഞ്ഞു. മുന്നണികളെക്കാൾ ഉപരി PV അൻവറിന് അവിടെ ഒരു നിലനിൽപ്പുണ്ടോ എന്നുള്ളൊരു ചോദ്യം മെല്ലെ ഉയർന്നു വരുന്നുണ്ട്. കാരണം നേരത്തെ ഉണ്ണി സൂചിപ്പിച്ച പോലെ ഏറെക്കാലമായി MLA ആയി തുടരുന്ന ഒരാളാണ് PV അൻവർ. ആ PV അൻവർ രാജിവെച്ച ഒഴിവിലാണ് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് തന്നെ വന്നിരിക്കുന്നത്. ആ ഉപതെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ വീണ്ടും PV അൻവർ വരുമ്പോൾ ആ നിലമ്പൂരിലെ നിഷ്പക്ഷ വോട്ടുകൾ ആർക്കൊപ്പം നിൽക്കും എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം തന്നെ ഉറ്റുനോക്കുന്നത് എന്ന് തന്നെ പറയാം, അല്ലേ? വിജയ് സമ്മാനമടക്കം PV അൻവറിന് അനുകൂലമായൊരു സാഹചര്യമുണ്ട്. പക്ഷേ പശ്ചാത്തലം മാറിയിട്ടുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അൻവർ LDF എന്ന മുന്നണിയുടെ ഭാഗമായാണ് അന്ന് മത്സരിച്ചത്. പക്ഷേ ഇന്ന് സ്വതന്ത്രനായി മത്സരിക്കുന്നത്. എത്രത്തോളം ആധിപത്യം അവിടെ അൻവറിന് നേടിയെടുക്കാൻ കഴിയുമെന്നത് നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും അത് ഏത് രീതിയിലാകുമെന്നതടക്കം, അത് സ്വാധീനം ചെലുത്തുമോ എന്നതടക്കം നമുക്ക് കണ്ടറിയേണ്ട ഒരു കാര്യം കൂടിയാണ്. എന്തായാലും ആര്യാട മുഹമ്മദ് ശേഷം 2016 നടന്ന തെരഞ്ഞെടുപ്പിലൂടെയാണ് കോൺഗ്രസ് പശ്ചാത്തലമുള്ള PV അൻവർ നിലമ്പൂരിൽ വിജയിച്ച് കയറുന്നത്. അന്ന് ആര്യാട ഷൗക്കത്തിനെ 11,504 വോട്ടിനാണ് അൻവർ തോൽപ്പിച്ചത്. 78.83% പോളിംഗ് ശതമാനം. കൂടാതെ NDA സ്ഥാനാർത്ഥി ഗിരീഷ് മേക്കാട്ട് 12,284 വോട്ടും അന്ന് നേടിക്കൊണ്ടായി. കൂടാതെ 2021 വന്നു കഴിഞ്ഞപ്പോൾ ആ വോട്ടിംഗ് ശതമാനം അവിടെ കുറയുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. മണ്ഡലം അൻവർ നിർത്താൻ കഴിഞ്ഞു. പക്ഷേ ഭൂരിപക്ഷം 2,700 കുറയുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. കോൺഗ്രസിലെ VV പ്രകാശ് ആയിരുന്നു അന്ന് എതിർ സ്ഥാനാർത്ഥി. കൂടാതെ BJP സ്ഥാനാർത്ഥി TK അശോക് കുമാറിന് 8,500 വോട്ടും SDFയുടെ സ്ഥാനാർത്ഥിയായ ബാബുമണി അവിടെ 3,281 വോട്ടും നേടി. എന്തായാലും അവിടെ ആര്യാട ഷൗക്കത്ത് ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നില്ല. വളരെ വോട്ടിംഗ് ശതമാനം 10,000 കണക്കിൽ നിന്ന് 2,700 കുറയുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. അന്ന് പോളിംഗ് ശതമാനം 76.6 പോളിംഗ് ശതമാനം ഉണ്ടായിരുന്നത്. കൂടാതെ ഇനി പറയേണ്ട മറ്റൊരു കാര്യം, ഈ മണ്ഡലവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഇനി 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളും ഏറ്റവും നിർണായകമായി നടന്ന കാര്യം തന്നെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയായിരുന്നു. അതിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലെ വോട്ടിംഗ് ചിത്രം ആകെ മാറുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. മലപ്പുറം ജില്ലയിലാണെങ്കിലും നിലമ്പൂർ വയനാട് ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായുള്ള ഒരു മണ്ഡലമാണ്. 2024 ആദ്യ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്ക് മണ്ഡലം നൽകിയത് റെക്കോർഡ് ഭൂരിപക്ഷമാണ്. 73.57 പോളിംഗ് ശതമാനം. രാഹുലിന് നിന്ന് 56,363 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് നിലമ്പൂരിൽ ലഭിച്ചത്. എതിർ സ്ഥാനാർത്ഥികളായ ആനി രാജയ്ക്ക് കിട്ടിയ വോട്ടിനേക്കാളും കൂടുതലായിരുന്നു രാഹുലിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇടതുപക്ഷത്തിന് വലിയ മേൽക്കൈ നൽകിയ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മേൽക്കൈ നൽകിയ ആ മണ്ഡലം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വന്നപ്പോൾ വലിയ രീതിയിൽ തന്നെ ഒരു മാറ്റം അവിടെ ഉണ്ടായെന്നതാണ് ഇത് പ്രകടമാക്കുന്നത്. കൂടാതെ രാഹുൽ ഗാന്ധി രാജിവെച്ച ശേഷം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജിവെച്ചതിന് ശേഷം വന്ന ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിയാണ് മത്സരിച്ചത്. അവിടെ കോൺഗ്രസിൽ തന്നെ വലിയ രീതിയിൽ തന്നെ ഒരു മുൻതൂക്കം, അല്ലെങ്കിൽ കോൺഗ്രസിനൊപ്പം നിന്ന ഒരു മണ്ഡലമായിരുന്നു നിലമ്പൂർ. അവിടെ 61.46% പോളിംഗ് ഉണ്ടായിരുന്നത്. വോട്ടിംഗ് ശതമാനത്തിൽ രാഹുൽ ഗാന്ധി അപേക്ഷിച്ച് വലിയ കുറവുണ്ടായി. പക്ഷേ പ്രിയങ്കയ്ക്ക് രാഹുലിനെക്കാളും ഭൂരിപക്ഷം അവിടെ ഉണ്ടായി. 65,132 വോട്ടുകളാണ് പ്രിയങ്കയ്ക്ക് അന്ന് വോട്ടർമാർ നൽകിയത്. എതിർ സ്ഥാനാർത്ഥികളായ സത്യൻ മൊകേരിക്ക് 29,911 വോട്ടും BJP സ്ഥാനാർത്ഥി നവ്യ ഹരിദാസിന് 13,555 വോട്ടുമാണ് ലഭിച്ചത്. ഇനി 2021 തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ വീണ്ടും വരികയാണ്. അന്ന് മണ്ഡലത്തിലെ 8 തദ്ദേശ സ്ഥാപനങ്ങളിൽ 6-ൽ LDFും 2 പഞ്ചായത്തുകളിൽ UDFനുമായിരുന്നു ഒരു മുൻതൂക്കം ലഭിച്ചിരുന്നത്. 2021 മണ്ഡലത്തിലെ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയും അതോടൊപ്പം തന്നെ അമരമ്പലം, എടക്കര, കരുളായി, വഴിക്കടവ്, പോത്തുകൽ പഞ്ചായത്തുകളിലും LDFന് മുന്നിലെത്താൻ കഴിഞ്ഞു. കൂടാതെ ചുങ്കത്തറ, മൂത്തളം പഞ്ചായത്തുകളിൽ UDFും മുന്നിലെത്തി. ആ രീതിയിലായിരുന്നു ഈ 2 നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ ഉണ്ടായത്. അതോടൊപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി നോക്കുകയാണെങ്കിൽ ഉണ്ടായത്. ഇനി എന്തായാലും അവിടുത്തെ പോളിംഗ് ബൂത്ത് നോക്കുകയാണെങ്കിൽ പൊതുവെ പ്രശ്നരഹിതമായ ഒരു പ്രദേശമാണ് നിലമ്പൂർ എന്ന് പറയുന്നത്. ഇവിടെ 53 ബൂത്തുകളടക്കം 53 പുതിയ ബൂത്തുകളടക്കം 263 ബൂത്തുകളാണ് ഉള്ളത്. ഇതിൽ 14 ബൂത്തുകൾ പ്രശ്നബാധിത ബൂത്തുകളാണെന്നാണ് പറയുന്നത്. ഇവിടെ കനത്ത സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ 3 ബൂത്തുകൾ ഈ വനത്തിനുള്ളിലാണ്. ആ രീതിയിലാണ് ബൂത്തുകൾ നോക്കുകയാണെങ്കിൽ നമുക്ക്
കാണാൻ കഴിയുന്ന കാര്യം. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചരണമടക്കം വലിയ സജീവമായി തന്നെ മുന്നണികൾക്ക് നടത്താൻ കഴിഞ്ഞു. നിശബ്ദ പ്രചാരണം, കുട്ടിക്കലാശം എല്ലാം തന്നെ വലിയ രീതിയിൽ തന്നെ അവർ നടത്തി. വലിയ രീതിയിൽ തന്നെ വലിയ പ്രതീക്ഷയോടെ തന്നെ അവർ നാളെ പോളിംഗ് ബൂത്തിൽ വരുന്ന ജനങ്ങളെ കാണുകയാണെന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും പ്രധാനപ്പെട്ട മുന്നണികൾ അടക്കം ഉള്ള ഒരു മത്സരം, പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ, ശക്തരായ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു എന്നത് തന്നെയാണ് നിലമ്പൂരിനെ സംബന്ധിച്ച്, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായും പറയേണ്ട കാര്യം. LDF-ൽ എം സ്വരാജും UDF-ൽ ആര്യണ ഷൗക്കത്തും സ്വതന്ത്രനായി PV അൻവറും വലിയ രീതിയിൽ തന്നെ മത്സരരംഗത്ത് സജീവമായി തന്നെ പ്രചരണമടക്കം നടത്തി. NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജും ആ രീതിയിൽ വലിയ പ്രചരണം എല്ലാം തന്നെ നടത്തി. തങ്ങൾക്ക് ലഭിക്കേണ്ട വോട്ടുകൾ, തങ്ങൾക്ക് വോട്ട് ശതമാനം ഉയർത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് NDA സ്ഥാനാർത്ഥി അവിടെ ഉള്ളത്. എന്തായാലും ശക്തമായ മത്സരം, ശക്തമായ ചതുഷ്കോണ മത്സരത്തിന് തന്നെയാണ് നിലമ്പൂരിൽ കളമൊരുങ്ങുന്നത്. രാവിലെ 7 മണിക്ക് തന്നെ വോട്ടെടുപ്പ് ആരംഭിക്കും. കാളിദാസ്. തീർച്ചയായും ഉണ്ണി, എന്തായാലും ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അവലോകനം ചെയ്തുകൊണ്ട് നമുക്കൊരിക്കലും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് എപ്പോഴും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. സാധാരണ എപ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആർക്കൊപ്പമാണോ വിജയം, ആ വിജയം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആ മുന്നണിക്ക് ഉണ്ടാകണമെന്നില്ല. നമ്മൾ പല സാഹചര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ അവസാന കാലത്ത് ഇടതുപക്ഷത്ത് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനൊപ്പമാണ് എന്ന് പറയുമ്പോഴും ഇടതുപക്ഷത്തിന് അന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ PV അൻവർ ആയിരുന്നു മത്സരിച്ചത്. ഇപ്പോൾ ആ ഇടതുപക്ഷത്തിൽ നിന്ന് മാറി സ്വതന്ത്രനായി PV അൻവർ മത്സരിക്കുമ്പോൾ ഇപ്പുറത്ത് അതിനനുസരിച്ചുള്ള ഒരു സുപ്രധാന നീക്കം ഇടതുപക്ഷം നടത്തി. കാരണം ഏറെക്കാലമായി സ്വന്തം ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാതെ ഇപ്പോൾ ആ സ്വന്തം ചിഹ്നത്തിൽ അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ മത്സരാർത്ഥിയെ മത്സരിപ്പിക്കുമ്പോൾ അവസാനം കിട്ടിയ ഇടതുപക്ഷ വോട്ടുകളടക്കം തങ്ങൾക്ക് തന്നെ കിട്ടും, അല്ലെങ്കിൽ അതിൽ കൂടുതൽ വോട്ടുകൾ നേടാൻ എം സ്വരാജിന് സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ അങ്ങനെ തന്നെ മുന്നോട്ട് വെക്കുകയാണ് ഇടതുപക്ഷം എന്ന് തന്നെ നമുക്ക് പറയാം, അല്ലേ? തീർച്ചയായും. എന്തായാലും LDF-നെ സംബന്ധിച്ച് അവർ അവതരിപ്പിച്ച സ്ഥാനാർത്ഥി, നേരത്തെ എല്ലാം തന്നെ വലിയ അഭ്യൂഹങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. എം സ്വരാജ് അവിടെ സ്ഥാനാർത്ഥിയാകുമെന്ന രീതിയിലുള്ള, പക്ഷേ അതിന് പിന്നാലെ തന്നെ എം സ്വരാജിനെ അവിടെ ചുമതല കൊടുത്തു എന്ന രീതിയിലടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ വന്നിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായി UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷം അപ്രതീക്ഷിതമായി തന്നെയാണ് ഒരു പ്രഖ്യാപനം വരുന്നത്. എം സ്വരാജ് നിലമ്പൂരിൽ LDF സ്ഥാനാർത്ഥിയാവുന്നത്. അത് വലിയ രീതിയിൽ തന്നെ ആ മത്സരത്തിൻ്റെ അല്ലെങ്കിൽ മത്സരത്തിന് പ്രാധാന്യത്തിന് കുറച്ചുകൂടെ ആക്കം കൂട്ടി എന്ന് തന്നെ പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ശക്തരായ സ്ഥാനാർത്ഥികൾ രംഗത്ത് വരുമ്പോൾ ആ മത്സരം, ആ തെരഞ്ഞെടുപ്പ് വലിയ രീതിയിൽ തന്നെ വലിയ ആവശ്യത്തിലേക്ക് തന്നെ വരും. കൂടാതെ മുന്നണികൾക്കെല്ലാം തന്നെ വലിയ ഒരു മത്സര സ്വഭാവം അടക്കം വരുന്നു എന്നതും എടുത്തു പറയുന്ന കാര്യം തന്നെയാണ്. എന്തായാലും ആര്യണ ഷൗക്കത്തിനെ സംബന്ധിച്ച് നേരത്തെ അവിടെ മത്സരിച്ചിരുന്ന ആളാണ്. കൂടാതെ വലിയ രീതിയിൽ തന്നെ മണ്ഡലത്തെ പരിചയമുള്ള ആളാണ്. കൂടാതെ എം സ്വരാജിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ആ മണ്ഡലത്തിലുള്ള ആളാണ്. കൂടാതെ നിലമ്പൂരിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ PV അൻവർ എന്ന സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് നിലമ്പൂർ നേരത്തെ മത്സരിച്ച് ജയിച്ച ഒരു മണ്ഡലമാണ്. മണ്ഡലത്തിൻ്റെ ചിത്രമടക്കം അറിയാം, മണ്ഡലം ഏത് രീതിയിലാണ് മണ്ഡലത്തിൻ്റെ സ്വഭാവം എന്ന അടക്കം കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ്. കൂടാതെ NDA സ്ഥാനാർത്ഥിയെ മോഹൻ ജോർജ് മണ്ഡലത്തിനകത്തു നിന്നുള്ള ഒരാളാണ്. ആ രീതിയിൽ ഈ 4 സ്ഥാനാർത്ഥികളും വളരെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ. അവർ ഈ മണ്ഡലത്തെ കൂടുതലായിട്ട് അടുത്തറിയുന്ന ആളുകൾ കൂടിയാണ്. അപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ വലിയ ഒരു മുൻതൂക്കം ഇപ്പോൾ ആർക്കാണ് എന്ന രീതിയിലുള്ള ഒരു പ്രവചനങ്ങളിലേക്കൊന്നും പോകാനായി കിടക്കുന്ന ഒരു ഘട്ടമല്ല. പക്ഷേ അവിടെ കൃത്യമായ രീതിയിൽ തന്നെ കൃത്യമായ വോട്ടുകൾ അവർക്ക് ലഭിക്കും, ഏതൊക്കെ മേഖലയിൽ നിന്ന് ലഭിക്കുമെന്ന അടക്കമുള്ള കൃത്യമായ കണക്കുകൂട്ടലെല്ലാം തന്നെ ഈ മുന്നണികൾക്ക് ഉണ്ട് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് കൂടുതൽ ഭൂരിപക്ഷം നേടാൻ കഴിയുമെന്ന ഒരു പ്രത്യാശയെല്ലാം തന്നെ LDF-നെ സംബന്ധിച്ച് അവിടെയുണ്ട്. കൂടാതെ അവർക്ക് ചില മേഖലകളിലെല്ലാം തന്നെ തങ്ങളുടെ സ്വാധീനമുള്ള മേഖലകളിലെല്ലാം തന്നെ ആ രീതിയിൽ വോട്ട് ചോരാതിരിക്കാൻ കഴിയും എന്ന കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നു. കൂടാതെ വലിയ രീതിയിൽ തന്നെ അടിയൊഴുക്കുകൾ ഉണ്ടാകും എന്ന രീതിയിലുള്ള ഒരു പ്രതികരണങ്ങളെല്ലാം തന്നെ അവിടെ സംഭവിക്കുന്നു. ആ രീതിയിൽ വോട്ട് ചോറും, LDF-ൽ നിന്ന് ചോരും എന്ന രീതിയിലുള്ള ചില വിമർശനങ്ങൾ, അല്ല ചില കാര്യങ്ങളും, ചില പഠനങ്ങളും ചില കാര്യങ്ങളെല്ലാം തന്നെ വിലയിരുത്തലുകളെല്ലാം തന്നെ ഉണ്ടായ ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ ആ രീതിയിൽ PV അൻവറിന് ആ വോട്ടുകളെല്ലാം തന്നെ വന്നു ചേരും എന്ന കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നു. കൂടാതെ ചില വോട്ടുകൾ സ്പ്ലിറ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം തന്നെ ഈ വിലയിരുത്തലുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇതിലെല്ലാം തന്നെ അന്തിമമായി ഇത് ഏത് രീതിയിലാണെന്ന് അടക്കമുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല. പക്ഷേ പ്രതീക്ഷകളാണ് മുന്നണികളെ സംബന്ധിച്ച് ഈ രീതിയിൽ ഉണ്ടാകും, അല്ലെങ്കിൽ ഇത്തരത്തിൽ വോട്ട് ചോർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അത് തങ്ങൾക്ക് ഗുണം ചെയ്യും എന്ന കാര്യങ്ങളടക്കം പറയുന്നു. കൂടാതെ UDF-നെ സംബന്ധിച്ച് ജമാഅത്തെ ഇസ്ലാമി പിന്തുണ പ്രഖ്യാപിച്ച കാര്യങ്ങളടക്കം അതും ഒരു കണക്കിൽ തങ്ങൾക്ക് ഗുണമാകുമെന്നൊരു പ്രതീക്ഷ UDF-നെ സംബന്ധിച്ചുണ്ട്. പക്ഷേ അത് വലിയ രീതിയിൽ തന്നെ ഒരു രാഷ്ട്രീയായുധമായി LDF അവതരിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. ആ രീതിയിൽ രാഷ്ട്രീയ വിഷയങ്ങൾ കൂടുതലായി അവതരിപ്പിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം കൂടിയായിരുന്നു നിലമ്പൂരിൽ നടന്നത് എന്നതും പറയേണ്ട ഒരു കാര്യം തന്നെയാണ്.
എന്തായാലും പി വി അൻവറിനെ സംബന്ധിച്ച് പി വി അൻവർ വലിയ രീതിയിൽ തന്നെ മുഖ്യമന്ത്രിക്കെതിരെ അടക്കം വലിയ വിമർശനങ്ങളെല്ലാം തന്നെ ഉന്നയിക്കുന്നു, വലിയ ആരോപണങ്ങളെല്ലാം തന്നെ ഉന്നയിച്ച് LDF നിന്ന് വിട്ടുപോരുന്നു, MLA സ്ഥാനം രാജിവെക്കുന്നു, അതിനുശേഷം വീണ്ടും അവിടെ സ്ഥാനാർത്ഥിയാകുന്ന ഒരു സാഹചര്യം. ഇതെല്ലാം തന്നെ ജനങ്ങൾ ഏത് രീതിയിലാകും വിലയിരുത്തുക എന്നതും പ്രധാനമായും പറയേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും മണ്ഡല ചിത്രം എന്ന് പറയുന്നത് ഒരു ശക്തമായ ചതുഷ്കോണ മത്സരത്തിലേക്ക് തന്നെയാണ് പോകുന്നത് എന്നത് തന്നെയാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. എന്തായാലും 4 സ്ഥാനാർത്ഥികൾ, അതിൽ ശക്തരായ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു എന്നതും പ്രധാനമായും പറഞ്ഞ കാര്യമാണ്. ഇനി നേരെ പോളിംഗ് ബൂത്തിലേക്ക് തന്നെയാണ്. രാവിലെ 7 മണിക്ക് തന്നെ വോട്ടെടുപ്പ് ആരംഭിക്കും. വലിയ സുരക്ഷ അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും പരസ്യ പ്രചാരണവും കൂടാതെ നിശബ്ദ പ്രചാരണം അടക്കം പൂർത്തിയാക്കി സ്ഥാനാർത്ഥികൾ വലിയ പ്രതീക്ഷയിലാണ്. കാളിദാസ് കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. നാളെ രാവിലെ 7 മണിയോടെ വോട്ടിംഗ് ആരംഭിക്കും. 263 മണ്ഡലങ്ങളാണ്, 7 പഞ്ചായത്തുകളാണ്. അതിൽ നിന്ന് എല്ലാമായി 2 ലക്ഷത്തിലധികം വോട്ടർമാരുണ്ട്. കഴിഞ്ഞ തവണ അത് 1.25 ലക്ഷമായിരുന്നു പോളിംഗ് ശതമാനം എന്ന് പറഞ്ഞത്. ഇത്തവണ അതിൽ കൂടുതൽ ആയിരിക്കണം എന്നുള്ള പ്രതീക്ഷകൾ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് മുന്നണികൾ അടക്കം പ്രതീക്ഷിക്കുന്നത്. അതിനായി കൃത്യമായി പ്രചാരണം നടത്തിയിട്ടുണ്ട് എന്നുള്ളതും കൂടി എല്ലാ മുന്നണികളും അതോടൊപ്പം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ PV അൻവറും ഒക്കെ വ്യക്തമാക്കിയിരുന്നു. ഇനിയും ആർക്കൊപ്പമാണ് നിലമ്പൂർ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്.